ഇറാന് 3 ദിവസത്തെ സമയമെന്ന് ട്രംപ്. യുഎസുമായി ഡീലിന് തയ്യാറായില്ലെങ്കിൽ എണ്ണ പൈപ്പ് ലൈനുകൾ തകർത്ത് തരിപ്പണമാക്കുമെന്ന് മുന്നറിയിപ്പ്. പാകിസ്ഥാനിലേക്ക് പോകാനിരുന്ന യുദ്ധതന്ത്ര പ്രതിനിധികളെ മടക്കി വിളിച്ചു. ഇനി ചർച്ച വേണമെങ്കിൽ ഇറാൻ തീരുമാനിക്കട്ടെ എന്നും ട്രംപ്. ചർച്ച ഉപേക്ഷിച്ച ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാൻ വിട്ടു. പശ്ചിമേഷ്യയിൽ അനിശ്ചിതത്വം തുടരുന്നു. ഉപാധികൾ മുന്നോട്ട് വെച്ച ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ല. ഹോർമുസ് പാതയിൽ കപ്പലുകൾ കടന്നുപോകാൻ പണം ഈടാക്കും. വെടിനിർത്തൽ കരാറിനിടയിലും ലബനനിൽ ആക്രമണം തുടർന്ന ഇസ്രായേൽ 2 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെടെ 14 പേർ കൊല്ലപ്പെട്ടു. വീടുപേക്ഷിച്ച് പലായനം ചെയ്തു ഗ്രാമീണർ. മേഖലയിൽ ഡസൻ കണക്കിന് വ്യോമാക്രമണങ്ങൾ. അമേരിക്കയിലെ വെടിവെപ്പിൽ അന്വേഷണം തുടരുന്നു. ട്രംപിനൊപ്പം അക്രമിയുടെ ലക്ഷ്യം ഉന്നത ഉദ്യോഗസ്ഥരും. അന്വേഷണവുമായി പ്രതി കോൾ തോമസ് അലൻ സഹകരിക്കുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ. ആക്രമണത്തിനിരയാകുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെന്ന് ട്രംപ്. അമേരിക്കയിലെ വെടിവെപ്പിനിടെ മദ്യം ബാഗിലാക്കുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ രൂക്ഷ വിമർശനം. അമേരിക്കൻ പ്രസ് കോറിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തിയെന്ന ഒരു വിഭാഗം. സുരക്ഷാ ഭീഷണി ഉണ്ടായ നിമിഷങ്ങളിൽ മദ്യം മോഷ്ടിക്കുന്ന തിരക്കിലായിരുന്നുവെന്ന് കളിയാക്കൽ. വെടിവെപ്പിനെ പരിഹസിച്ച് ആനിമേഷൻ വീഡിയോ പുറത്തിറക്കി ഇറാൻ. മുസ്തഫ ഖമനേയി ജീവനോടെ ഇല്ലേ? US ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രത്തിൽ മുസ്തഫയും. അനാവരണ ചടങ്ങിൽ പങ്കെടുത്ത IRGC ഉദ്യോഗസ്ഥരും. ഹോർമുസിൽ ആശങ്ക തുടരുന്നു. കുടുങ്ങിയത് 100 കണക്കിന് കപ്പലുകൾ. ബാരലിന് $107 കടന്ന് ക്രൂഡ് ഓയിൽ. ക്യാഷ് പട്ടേലും ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് പുറത്തേക്കോ? FBI ഡയറക്ടർ സ്ഥാനം നഷ്ടമാകുമെന്ന് റിപ്പോർട്ട്. സ്ഥിരമായി വിവാദങ്ങളിൽ അകപ്പെടുന്നത് തിരിച്ചടി. അമിത മദ്യപാനവും പൊതുസുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കുമെന്ന പെരുമാറ്റവും ആരോപണം. പൂരക്കാഴ്ചകളുടെ ആവേശം തൃശൂരിൽ തുടരുന്നു. ഇന്ന് പകൽപൂരം. ആഘോഷങ്ങൾക്ക് സമാപനം ഉച്ചയ്ക്ക്. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിയും. ചൂടേറി കേരളം. ഉയർന്ന താപനില പാലക്കാട്ടും കൊല്ലത്തും. വ്യാഴാഴ്ച വരെ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അസാധാരണ വൈദ്യുതി പ്രതിസന്ധിയും അനുഭവിക്കുന്നു. അപ്രഖ്യാപിത വൈദ്യുതി മുടക്കം തുടരും. പശ്ചിമബംഗാളിൽ 2ാം ഘട്ട പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. 2ാം ഘട്ടത്തിലും കനത്ത പോളിംഗ് പ്രതീക്ഷ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.